പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മാർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 40-ാമത്തെ വാക്യം. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. യേശു കർത്താവും ശിഷ്യന്മാരും ഒരു പടക് കയറി ഗനസരേത്ത് തടാകത്തിന്റെ അക്കരയ്ക്ക് പോകുവാനായിട്ട് അവർ തീരുമാനിച്ചു. അവിടെ 4-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അന്ന് സന്ധ്യ ആയപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. യേശു കർത്താവും ശിഷ്യന്മാരും ആ പടക് കയറാൻ തുടങ്ങുമ്പോൾ യേശു കർത്താവ് പറഞ്ഞു, നാം അക്കരയ്ക്ക് പോക എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ യേശുവും ഒരുമിച്ച് അവർ പടക് കയറി യാത്ര തുടങ്ങി. യാത്ര തുടങ്ങുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും അവിടെ കാണുന്നില്ല. എന്നാൽ യാത്ര തുടങ്ങി മുന്നോട്ട് കടന്നു പോകുമ്പോൾ തിരമാല അല്ലെങ്കിൽ വലിയ കാറ്റടിക്കാൻ തുടങ്ങി. കടലിൽ വലിയ കാറ്റടിച്ചിട്ട് തിരമാല ഉണ്ടാകുന്നു. വലിയ തിരമാല ആ പടകിനകത്തേക്ക് വെള്ളം കയറി വല്ലാതെ അവർ ഭാരപ്പെടുകയാണ്. പടക് മുങ്ങുമാറായി എന്നെഴുതിയിരിക്കുന്നു. പടക് മുങ്ങുമാറായപ്പോൾ അവരെന്ത് ചെയ്യുന്നു? യേശു കർത്താവിനെ അവിടെ ആ പടകിൽ യേശു കർത്താവ് ഇങ്ങനെ ഉറങ്ങുന്നതായിട്ട് കാണുന്നു. യേശു കർത്താവിനെ വിളിച്ചുണർത്തി അവർ ചോദ്യങ്ങൾ ചോദിക്കുക. നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് യേശു കർത്താവ് ചോദിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. യേശു കർത്താവ് അങ്ങനെ ചോദിക്കാൻ കാരണം എന്താ? അവർക്ക് സ്വാഭാവികമായി മാനുഷികമായി ഭയമുണ്ടായി. ഒരിക്കലും ആ ശിഷ്യന്മാരെ നമുക്ക് കുറ്റം പറയുവാനായിട്ട് കഴിയുകയില്ല. നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ മാനുഷികമായ ഭയങ്ങളൊക്കെ നമ്മളെ പിടികൂടാറുണ്ട്. നാം പലപ്പോഴും നിലവിളിച്ചു പോകാറുണ്ട്. പലപ്പോഴും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത, നമ്മുടെ ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ സമ്പത്ത് കൊണ്ടോ നമ്മുടെ സ്വാധീനങ്ങൾ കൊണ്ടോ നിയന്ത്രിക്കാൻ കഴിയാത്ത, കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം പലപ്പോഴും മാനുഷികമായ നിലയിൽ ഭയപ്പെട്ടു പോകാറുണ്ട്. എന്തു സംഭവിക്കുമെന്ന് വിചാരിക്കാറുണ്ട്. ഹല്ലേലൂയ. അപ്പൊ അതേ നിലയിലാണ് ശിഷ്യന്മാരും നിലവിളിച്ചത്. അവർക്ക് കടലിനെ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, അവർക്ക് കടലിനെ നന്നായിട്ട് അറിയാം. അവർ കടലിൽ ജോലി ചെയ്തിരുന്നവരാണ് മിക്ക പേരും. അവർക്ക് കടലിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. പത്രോസിനെ പോലെയുള്ള ആളുകൾ, അന്ത്രയോസിനെ പോലെയുള്ള ആളുകൾ, യാക്കോബ്, യോഹന്നാനെ പോലെയുള്ള ആളുകൾ അവർക്ക് കടലിന്റെ എല്ലാ സ്വഭാവങ്ങളും അറിയാവുന്നവരാണ്. തിരമാലകളെ കുറിച്ച് അറിയാവുന്നവരാണ്. പക്ഷേ അവർ പോലും നിലവിളിക്കുകയാണ്. ഹല്ലേലൂയ. അത്രമാത്രം അവർക്ക് അവരുടെ ബുദ്ധിക്കും അവരുടെ എക്സ്പീരിയൻസിനും അപ്പുറമായി ചില കാര്യങ്ങൾ കടന്നു വന്നപ്പോൾ അവർ നിലവിളിച്ചു പോകുകയാണ്. ഹല്ലേലൂയ. അവരുടെ നിലവിളിക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, യേശു കൂടെ ഉണ്ട്. യേശു കൂടെ ഉണ്ടായിട്ടും ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ. എന്നിട്ടും യേശു കർത്താവ് എഴുന്നേൽക്കുകയോ ആ കടലിനെ ശാസിക്കുകയോ അല്ലെങ്കിൽ അതിനെ അടയ്ക്കുകയോ ചെയ്യുന്നില്ലല്ലോ. കർത്താവ് ഞങ്ങളെ നോക്കുന്നു പോലുമില്ലല്ലോ എന്നുള്ള ചിന്തയാണ്. ഹല്ലേലൂയ. അതാണ് അവരെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുകയും ആ നിലവിളിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തത്. ഹല്ലേലൂയ. കർത്താവ് അവിടെ ഉറങ്ങുന്നു എന്ന് നാം വായിക്കുന്നു. പലപ്പോഴും നമ്മുടെ പ്രതിസന്ധികളിൽ കർത്താവ് മൗനമായിരിക്കുന്നു നമുക്ക് തോന്നാം. നാം പലപ്പോഴും ഉപവസിക്കാറുണ്ട് ഈ പ്രതിസന്ധി മാറുവാൻ. പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, ദീർഘമായി പ്രാർത്ഥനയിൽ നാം സമയം ചെലവഴിക്കാറുണ്ട്. ഒരു വിഷയത്തിന് വേണ്ടി മാത്രം നാം പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ വിഷയത്തിന് വിടുതൽ കിട്ടുന്നില്ല. ആ പ്രശ്നം അങ്ങോട്ട് ജീവിതത്തിൽ നിന്ന് മാറുന്നില്ല. ആ പ്രശ്നം കൂടി വരികയാണ്. പലപ്പോഴും നാം വിചാരിക്കും കർത്താവ് മൗനമായിരിക്കുന്നു, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരുന്നില്ല, നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് നാം വിചാരിക്കാറുണ്ട്. എന്നാൽ കർത്താവ് ഹല്ലേലൂയ നമ്മുടെ വിഷയങ്ങൾക്ക് പലപ്പോഴും മൗനമായിരിക്കുന്നത് നമ്മെ ആ പ്രതിസന്ധിക്ക് അകത്ത് മുക്കിക്കളയുവാനല്ല, ആ തിരമാലയ്ക്കകത്ത് നമ്മളെ ഒടുക്കിക്കളയുവാനല്ല. ശത്രു നമ്മളുടെ നേരെ പല തന്ത്രങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കൊണ്ടിടുമ്പോൾ അത് കണ്ട് മൗനമായിരിക്കുന്നവനല്ല നമ്മുടെ ദൈവം. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് അല്പം മൗനമായിരിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ ഉറപ്പിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നാം എത്രത്തോളം ദൈവത്തോട് അടുത്ത് ചെല്ലും എന്ന് കർത്താവ് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. ഹല്ലേലൂയ. ഇവിടെ ശിഷ്യന്മാരോട് യേശു കർത്താവ് പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? ഹല്ലേലൂയ. നിങ്ങൾ ഇങ്ങനെ ഭയപ്പെടുവാനുള്ള കാരണം എന്താ? നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അവർ സാധാരണ മനുഷ്യരല്ല. സാക്ഷാൽ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണ്. യേശു കർത്താവിനോട് കൂടെ അവർ വസിക്കുന്നവരാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ ആ മഹത്വം അവർ കണ്ടവരാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടവരാണ്. കർത്താവിന്റെ വചനത്തെ കേട്ടിട്ടുള്ളവരാണ്. ഹല്ലേലൂയ. ദൈവമഹത്വം തിരിച്ചറിഞ്ഞവരാണ്. ഹല്ലേലൂയ. അവരോടാണ് കർത്താവ് ചോദിക്കുന്നത്. സാധാരണ ഒരു വ്യക്തിയോടല്ല കർത്താവ് അത് ചോദിക്കുന്നത്. സ്തോത്രം. എന്നാലും ഇവരെന്ത് ചെയ്ത മനുഷ്യരാണ്. അവർ മാനുഷികമായി ഭയപ്പെട്ടു പോയി. നാം പലപ്പോഴും അഭിമാനിക്കുന്നത് യേശുവിന് ശിഷ്യന്മാരെന്നാണ്.
ദൈവ മക്കളെന്നാണ്. നാം പലപ്പോഴും നമ്മുടെ പ്രസംഗങ്ങളിലൂടെയും നമ്മളുടെ ജീവിതത്തിലെ ഓരോ വാക്കുകളിലൂടെയും നാം വിളിച്ചു പറയാറുണ്ട്, ഞാനൊരു ദൈവ പൈതലാണ്, ഞാനൊരു ക്രിസ്തുവിന്റെ ശിഷ്യനാണ്, ഞാൻ കർത്താവിന്റെ മകനാണ് എന്നൊക്കെ നാം വിളിച്ചു പറയാറുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നാം കടക്കുമ്പോൾ, പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, കർത്താവ് ആ വിശ്വാസത്തെ ഒന്ന് പരിശോധിക്കും. നീ അത്രമാത്രം എന്നോട് പറഞ്ഞ, അല്ലെങ്കിൽ എൻ്റെ നാമത്തിൽ നീ പറഞ്ഞ വാക്കുകൾക്ക് ഉറപ്പുണ്ട് എന്ന് കർത്താവ് പലപ്പോഴും പരിശോധിക്കും. നാം അത് എപ്പോഴും നാം ഓർമ്മയിരിക്കണം. ഹല്ലേലൂയ. ഇവിടെ ശിഷ്യന്മാരെ കർത്താവ് പരിശോധിക്കുകയാണ്. ഈ പ്രതികൂലം വന്നപ്പോൾ നമ്മുടെ മനോഭാവം എന്താണെന്ന് കർത്താവ് പരിശോധിക്കുക. നാം ക്രിസ്തുവിന്റെ ശിഷ്യനാണെന്ന്, ദൈവമക്കളാണെന്നൊക്കെ നാം അഭിമാനിച്ചു പറയുമ്പോൾ, ഒരു പ്രതികൂലം വരുമ്പോൾ നിന്റെ വിശ്വാസത്തിന്റെ ഉറപ്പ് എത്രയുണ്ട്, നീ ദൈവത്തോട് എത്രമാത്രം സ്നേഹമുണ്ട്, അമൻ അമൻ നിന്റെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ കർത്താവിനോട് നീ എത്രമാത്രം ആശ്രയത്വമുള്ളവനായിരുന്നു, എത്രത്തോളം നീ പിറുപിറുത്തു, കർത്താവ് നോക്കും. ഹല്ലേലൂയ. കർത്താവ് അത് പരിശോധിക്കും. നാം പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കർത്താവ് അതിനെ പരിശോധിക്കുമെന്നുള്ളത് കൂടെ നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. നാം അവകാശപ്പെടുന്ന ചില അവകാശവാദങ്ങളുണ്ട് ക്രിസ്തീയതയുമായി ബന്ധപ്പെട്ട്. അവകാശവാദങ്ങൾ നാം വായിക്കൊണ്ട് പറയുമ്പോൾ അത് വെറും ഒരു വാക്കായിട്ടല്ല, അത് ജീവിതത്തിൽ പ്രവർത്തികമാക്കേണ്ടി വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുമെന്ന് നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് ശിഷ്യന്മാരുടെ വിശ്വാസത്തെ ഉറപ്പിക്കുവാനാണ്, അവരുടെ വിശ്വാസത്തെ, ക്രിസ്തുവിനോടുള്ള ആ വിശ്വാസത്തെയും ദൈവമഹത്വം തിരിച്ചറിയാനുള്ള ആ വിശ്വാസത്തെ ഒന്ന് ഉറപ്പിക്കുവാനാണ് കർത്താവ് അങ്ങനെ ചെയ്തത്. ഹല്ലേലൂയ. കർത്താവ് മൗനമായിരുന്നത്. കർത്താവ് എഴുന്നേറ്റ് ആ കാറ്റിനെയും കടലിനെയും ശാസിച്ചു. ഇവിടെ കർത്താവ് ചോദിക്കുന്നത്, ഭീരുക്കളാകുവാൻ എന്താ നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ? കാരണം എന്താ? ഇറങ്ങി പുറപ്പെടാൻ പറഞ്ഞവനാരാ? ശിഷ്യന്മാർ ഒറ്റയ്ക്കും അവർക്ക് ഇഷ്ടമനുസരിച്ച് പോയതല്ല. യേശു കർത്താവ് പറഞ്ഞു നാം അക്കരയ്ക്ക് പോകാം. യേശു കർത്താവിനോട് അവർ ചോദിച്ചില്ല, കർത്താവെ എന്തിനാ പോന്നേ, എന്ത് കാര്യമാ അക്കരെ ഇരിക്കുന്നത്, നമ്മളിപ്പോഴും എന്തിനാണ് അക്കരയിലോട്ട് പോകുന്നതെന്ന് ചോദിച്ചില്ല. കാരണം പറഞ്ഞതാരാ? തങ്ങളുടെ നാഥനാണ്, തങ്ങളുടെ ഗുരുവാണ് പറഞ്ഞത് പോകാം, അങ്ങ് പോവുക. ഹല്ലേലൂയ. വിശ്വാസ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന പലരും അങ്ങനെ തന്നെയാണ് വരുന്നത്. യേശു കർത്താവിന്റെ വാക്ക് കേട്ട് യേശു കർത്താവ് പറഞ്ഞു, എന്നോട് കർത്താവ് പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ, ഞാൻ ചെയ്യുന്നു. ഹല്ലേലൂയ. പക്ഷേ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നാം കടക്കുമ്പോൾ, ഹല്ലേലൂയ, പ്രതിസന്ധികളൊക്കെ പലപ്പോഴും മുന്നിലേക്ക് കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, നമ്മെ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ നാം പലപ്പോഴും ഭയപ്പെട്ടു പോകാറുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ദൈവസാന്നിധ്യം നമ്മൾ മറന്നുപോകും. ദൈവസാന്നിധ്യം അനുഭവിച്ച് വന്നവർ എന്ത് ചെയ്യുന്നു? ദൈവസാന്നിധ്യം മറന്നു പോകുകയാണ്. ഹല്ലേലൂയ. കർത്താവിനോട് കൂടെ ഉണ്ടെന്നുള്ള ആ ചിന്ത അങ്ങ് വിട്ടുപോകും. പിന്നെ ഭയമായിരിക്കും അവരെ ഭരിക്കുന്നത്. പ്രിയപ്പെട്ട ഒരു ദൈവസാന്നിധ്യം നമ്മളിൽ നിന്ന് പോകുമ്പോൾ നമ്മെ മരണഭയം ഭരിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് നമ്മളോട് കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസം വിട്ടുപോകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അതാണ് വിശ്വാസത്തിന്റെ നിലനിൽക്കുക എന്ന് പറയുന്നതിന് അർത്ഥം. യേശു കർത്താവ് എന്നിൽ വസിക്കുന്നു എന്നുള്ള വിശ്വാസം നമ്മൾ നഷ്ടപ്പെടുമ്പോൾ നാം മരണഭീതി ഉള്ളവരാകും. ഹല്ലേലൂയ. കർത്താവിനോട് കൂടെ ഉണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം, അവൻ എന്നെ കൈവിടുകയില്ല, ഈ പടക് മുങ്ങിപ്പോകത്തില്ല, ഈ ഏത് തിരമാലകളുടെ മധ്യത്തിലും ഈ പടക് മുങ്ങിപ്പോകുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല എന്നുള്ള വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ഹല്ലേലൂയ, ആ വിശ്വാസത്തെ ദൈവം മാനിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് ചോദിച്ചതിന്റെ കാരണം അതാണ്. ഇത്ര അടയാളങ്ങൾ കണ്ടവരല്ലേ, ഇത്ര മരിച്ചവർ ഒരുക്കുന്നത് നിങ്ങൾ കണ്ടവരല്ലേ, മുടന്തർ ചാടി എഴുന്നേറ്റ് പോകുന്നത് നിങ്ങൾ കണ്ടതല്ലേ, ഹല്ലേലൂയ, ഇപ്പോഴും നിങ്ങൾക്ക് വിശ്വാസമില്ലയോ? ഞാൻ ആരാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കില്ലയോ? എന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിട്ട് നിങ്ങൾക്ക് ബോധ്യം വരുന്നില്ലയോ? ഹല്ലേലൂയ. ഇത്ര അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കർത്താവ് ചെയ്തിട്ടും ആ മുൻകാല അത്ഭുതങ്ങളെ പോലും നാം മറന്നു പോകുമാറ് പലപ്പോഴും ഭയന്ന് നിലവിളിക്കുന്ന അനുഭവങ്ങളുണ്ട്. കർത്താവേ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിങ്ങൾക്ക് വിചാരമില്ലയോ? ചോദ്യശരങ്ങളുമായി ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുന്നവർ പലപ്പോഴും ചോദ്യങ്ങളാണ് ദൈവത്തോട്. കർത്താവ്, ഞങ്ങൾക്ക് മാത്രം എന്താ ഇത്ര കഷ്ടം? ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കുന്നില്ലയോ? ഞങ്ങളോടൊരു സ്നേഹവും നിനക്കില്ലയോ? ഞങ്ങളുടെ വിഷമം നിനക്ക് മനസ്സിലാകുന്നില്ലയോ? പലപ്പോഴും നമ്മൾ ചോദിക്കാറില്ലേ ദൈവത്തോട്, ഞങ്ങൾക്ക് മാത്രം എന്താ കഷ്ടങ്ങൾ? ഞങ്ങളോട് മാത്രം എന്താ ഇങ്ങനെ ചെയ്യുന്നത്? ഹല്ലേലൂയ. ഞങ്ങൾക്ക് മാത്രം എന്താ ഇത്ര പോരാട്ടങ്ങൾ? ഹല്ലേലൂയ. നാം അക്കരയ്ക്ക് പോകുന്നവരാണ്. അക്കരെ ഒരു വിടൽ നടക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. നമ്മളെ വിളിച്ചിറക്കിയവൻ കർത്താവാണ്. അക്കരയ്ക്ക് പോക എന്ന് പറഞ്ഞവൻ കർത്താവാണ്.
അവൻ അക്കരെ എത്തിച്ചിരിക്കും. അവന്റെ വിശ്വസ്തത വലിയതാണ്. നാം അവിശ്വസരായി തീരുമ്പോഴും, നാം പിറുപിറുക്കുമ്പോഴും, നാം ഭയന്ന് നിലവിളിക്കുമ്പോഴും, വിശ്വാസം നഷ്ടപ്പെട്ടവരായി തീരുമ്പോഴും, ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടവരായി നാം പലപ്പോഴും അവൻ ഭയന്ന് നിലവിളിക്കുമ്പോഴും, ആമേൻ ഹല്ലേലൂയ, കർത്താവ് നമ്മളെ തള്ളിക്കളയാതെ, മുക്കിക്കളയാതെ, പ്രതികൂലങ്ങളിൽ ആമേൻ അടിപ്പെട്ടു പോകാൻ അനുവദിക്കാതെ, ആമേൻ നമ്മളെ അക്കരെ എത്തിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. നാം ഒന്ന് ചിന്തിക്കണം, തിരിച്ചു വരുമ്പോൾ ആ തിരമാലകളെ അവിടെ കാണുന്നില്ല. തിരിച്ചു വരുമ്പോൾ ആ പടകളെ കൊണ്ട് പ്രശ്നമേ ഉണ്ടാകുന്നില്ല. ഒന്ന് നാം മനസ്സിലാക്കണം, അക്കരെ ഒരു വിടൽ നടക്കേണ്ടതുണ്ട്. ഒരു ഭൂതഗ്രസ്തൻ സൗഖ്യമാകേണ്ടതുണ്ട്. അവൻ അതിന് വിരോധമായിട്ടാണ് അവൻ ശത്രു ആ പ്രതികൂലങ്ങൾ അവിടെ ഉണ്ടാകുവാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ. അവൻ ആ വിടുതൽ നടക്കാതിരിക്കുവാൻ, അവൻ പ്രതികൂലം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചില വിടുതലുകൾ നടക്കാതിരിക്കുവാൻ, അവൻ പ്രതിസന്ധികൾ, വലിയ പ്രതിസന്ധികൾ കൊണ്ടുവന്നിട്ടിട്ട് നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രയാസങ്ങൾ കൊണ്ടുവന്നിട്ടിട്ട് പിശാച് നമ്മളെ പലപ്പോഴും അവൻ തകർക്കുവാൻ ശ്രമിക്കുമ്പോഴും അവൻ നമ്മളെ തള്ളിക്കളയാതെ അവിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നത് കർത്താവിന്റെ കരുതലാണ്. ഹല്ലേലൂയ. ആമേൻ. ആ കർത്താവിനെ നമുക്ക് പിന്തുടരാം. കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ഉറച്ച വിശ്വാസം, ക്രിസ്തു എന്നിൽ വസിക്കുന്നു എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. അതിനുവേണ്ടി കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.